പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഡിഷാണ് ഇന്ന് നമുക്ക് മുട്ട വറവൽ. സിമ്പിൾ, പെട്ടെന്നുള്ള പരിപാടിയാ. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമാണ്. നമ്മൾ മുട്ടത്തോരൻ വെക്കുന്ന പോലെ ഒന്ന് ചിക്കി എടുക്കണം. എണ്ണയ്ക്കകത്ത് ആ മുട്ടയൊക്കെ അങ്ങോട്ട് വറുത്ത് വരുന്നതിൻ്റെ ഒരു മണം. ഇതൊരൊറ്റ ഒരു സാധനം മതി ഒരു പാത്രം നിറയെ നല്ല ചൂട് ചോറ് കഴിക്കാൻ. ഹായ്, മഞ്ജൂസ് കിച്ചൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണത്തെ നമ്മുടെ നാടൻ മട്ടൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു? ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ഉറപ്പായിട്ടും നോക്കിയിട്ടുണ്ടാവും. ഞാനല്ല ഉണ്ടാക്കിയത്, അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് അതിലും നല്ല ഒരു ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഭയങ്കര ഗംഭീരം എന്ന് പറയാൻ വെച്ച് വലിയ സാധനങ്ങളൊന്നും അല്ല വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചെറിയ കുറച്ച് സാധനങ്ങൾ വെച്ച് പെട്ടെന്നുണ്ടാക്കുന്ന ഒരു പുത്തൻ ഡിഷായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മഞ്ജൂസ് കിച്ചണിൽ മഞ്ജു വരുന്ന നിങ്ങൾക്കായിട്ടൊരു പുതിയ ഡിഷുമായി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് മുട്ട വറവൽ. എല്ലാവരുടെ വീട്ടിലും മുട്ട ഉണ്ടാകും അല്ലേ? പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കാരണം കുട്ടികൾക്കൊക്കെ ചോറ് കഴിക്കാൻ ചിലപ്പോൾ നല്ല എരിവുള്ള കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ മോളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നത് കുറച്ച് എണ്ണയൊന്ന് ചൂടാക്കി അതിൽ രണ്ടൊന്ന് കടുകൊക്കെ ഇട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി ഒരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചോറും കൂടെ ഇന്നിട്ട് ഇളക്കി ഒരു എഗ് റൈസ് പോലെ ഞാനിങ്ങ് കൊടുക്കും. സിമ്പിൾ, പെട്ടെന്നുള്ള പരിപാടിയാണ്. കാര്യവും നടക്കും. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമാണ്. അവൾ വയറ് നിറച്ച് ഫുഡും കഴിക്കും. അപ്പോൾ അതേപോലെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഡിഷാണ് ഇന്ന് നമുക്ക് മുട്ട വറവൽ. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും മുട്ട വറവലിന് ആദ്യം വേണ്ടുന്നത് മുട്ട തന്നെയാണ്. പിന്നെ വേണ്ടുന്നത് മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ആവശ്യമുണ്ട്. പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, കുരുമുളക് അത്യാവശ്യമാണ്. പിന്നെ ഇതിന് വേണ്ടുന്നത് മുട്ടയിൽ എന്തിന് ഇത് പുളിയാണേ, പുളി എന്തിന് ചേർക്കും എന്നൊക്കെ ഒരു ചോദ്യം വരും. പിന്നെ നമുക്ക് ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിനുള്ള ഉത്തരമൊക്കെ പറയാം. ശരിക്കും ഉത്തരം എനിക്ക് അറിയില്ല കേട്ടോ, ചുമ്മാ പറഞ്ഞു പോയതാ. പിന്നെ വേണ്ടുന്നത് എണ്ണ, ഉപ്പ്, കടുക്, കാശ്മീരി ചില്ലി വേണം. അപ്പം നമുക്ക് ഇതിന് മുട്ട വറവലിന് ആദ്യം വേണ്ടത് ഒരു ചെറിയൊരു മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചെറിയ ഉള്ളി. എന്ത് കാര്യത്തിനും നമ്മൾ ഈ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. ശരീരത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും ഒക്കെ, ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ചെറിയ ഉള്ളി നല്ല സാധനമാണ്. അപ്പം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 5-6 ചെറിയ ഉള്ളി മതി, അധികം മുട്ടയൊന്നും എടുക്കുന്നില്ലല്ലോ, കുറച്ച് മതി. പിന്നെ വേണ്ടുന്നത് വെളുത്തുള്ളി ഒരുപാടൊന്നും വേണ്ട, ഒരു 5-6. ഇത് തീരെ ചെറിയ അല്ലിയാണ്, അതുകൊണ്ടാണ് ഇത്രയും തോന്നിയെടുത്തത്. പിന്നെ നമ്മൾ പറഞ്ഞ സാധനം പുളി, ചെറിയ ഒരു ചുവന്നുള്ളിയുടെ വലിപ്പത്തിലുള്ള കുറച്ച് പുളി, അതും കൂടെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് കളറിന് വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ട്, അത് അധികം അരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഒന്ന് കറക്കി ഒന്ന് കൊണ്ടുവരാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, ചെറുതായിട്ട് അതെല്ലാം ആ ഉള്ളിയൊക്കെ അങ്ങനെ ചതഞ്ഞ് തന്നെ കിടക്കണം, അരിഞ്ഞു പോകരുത്. ആ ഒരു ചതഞ്ഞ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ കിടക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ മുട്ടയാണ് റെഡിയാക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരുപാട് ഭയങ്കര പാടുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള സംഭവങ്ങളൊന്നും അല്ല. വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ തീ എത്തിക്കട്ടെ. നമ്മുടെ തവയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ആദ്യമേ. പിന്നെ അതിന് മുമ്പ് മുട്ട, ഒരു 4 മുട്ടയാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത്. നമുക്കത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് വെക്കാം. മുട്ട എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ. നമ്മുടെ ആവശ്യത്തിനൊരു 4 മുട്ട ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. നമുക്ക് ഇത് മുട്ട എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇങ്ങനെ ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേ ഈ 4 മുട്ട ഞാൻ ഈ ചൂട് എണ്ണയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് അതൊന്ന് നമ്മൾ മുട്ടത്തോരൻ വെക്കുന്ന പോലെ ഒന്ന് ചിക്കി എടുക്കണം.
അതിലേക്ക് കുറച്ച് ഉപ്പ്. ചോദിക്കും എല്ലാവരും ഇത് മുട്ടത്തോരൻ തന്നെ അല്ലേ എന്ന് ചോദിക്കും. മുട്ടത്തോരൻ്റെ വേറൊരു വേർഷനാണിത്. പിന്നെ കുരുമുളക് പൊടി അത് ഇച്ചിരി ഇതൊന്ന് ചിക്കി വന്നതിന് ശേഷം നമുക്ക് ഇട്ടാൽ മതി. വീട്ടിലൊക്കെ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ വേറെ കറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിഷാണിത്. വളരെ സിമ്പിൾ ആയതുകൊണ്ട് അധികം ഇൻഗ്രീഡിയൻസ് എപ്പോഴും മുട്ട നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണിത്. ഏകദേശം നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തീ വളരെ കുറച്ച് വേണം ഇടാൻ, കാരണം മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഒരു സ്പൂൺ കുരുമുളക് പൊടി എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നില്ല. എനിക്ക് എരിവ് കുറവാണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയേ ഇടുന്നുള്ളൂ. എണ്ണയ്ക്കകത്ത് ആ മുട്ടയൊക്കെ അങ്ങോട്ട് വറുത്ത് വരുന്നതിൻ്റെ ഒരു മണം. കുരുമുളക് കുറച്ചുകൂടി ഇടാം, കളറ് കുറവ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇടുവാണ്. അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം പരുവായിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ചിക്കിയൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ മസാലയൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെന്ന് വെച്ചാൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തന്നെ വേവിക്കണം കാര്യമായിട്ട്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ കുറച്ച് തവ നല്ല ചൂടായിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക്. മുട്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഇറച്ചി മീനിനേക്കാളൊക്കെ എനിക്കിഷ്ടം മുട്ടയാന്ന് തോന്നുന്നു. ഒരു മുട്ട പൊരിച്ചതുണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കുമായിരുന്നു. അതുപോലെ മുട്ട ബജിയൊക്കെ എനിക്ക് ഭയങ്കര എൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ള ആഹാരമാണ് മുട്ട ബജിയൊക്കെ. ഒരു നല്ല ചൂടുള്ള മുട്ട ബജിയൊക്കെ കടയിൽ പോയിട്ടുള്ളത് എനിക്ക് തോന്നുന്നൊരു എറണാകുളത്തൊക്കെ താമസിക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഒരുപാട് ബജിക്കടകളുണ്ട്. അപ്പോൾ ഇത് ഒരു 1-2 ചായയുടെ കൂടെ 1-2 ഒക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ടായിരിക്കും ചെല്ലുന്നത്. പക്ഷേ ഈ ചൂട് മുട്ട ബജി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും, ഞാൻ അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യും. അങ്ങനെ കഴിച്ച് അവസാനം പോയി കൊളസ്ട്രോൾ നോക്കിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കൊളസ്ട്രോൾ അങ്ങ് കയറി. പിന്നെ ആ പരിപാടി നിർത്തി. എന്നാലും മുട്ട ബജി എവിടെ കിട്ടിയാലും കഴിക്കും ഇപ്പോഴും. പക്ഷെ അളവിച്ചിരി കുറച്ചൂന്നേ ഉള്ളൂ. അപ്പോൾ അതായത് നമ്മുടെ കടുകൊക്കെ നല്ലതുപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഒരു 2-3 വറ്റൽമുളകിടാം. കറിവേപ്പില കുറച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം മുട്ട വറവലിൻ്റെ മെയിൻ ഐറ്റമായിട്ടുള്ള മസാലക്കൂട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെന്നല്ല, നല്ലതുപോലെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നൊക്കെ വരണം. അത്യാവശ്യം വറുത്തെടുക്കുന്നത് പോലെ തന്നെ എടുക്കണം. നമുക്ക് എണ്ണ കുറവാണ്, നമ്മൾ ശകലം എണ്ണയും കൂടെ ഒഴിക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം. പറഞ്ഞില്ലേ, വെളുത്തുള്ളി എല്ലാത്തിലും ഞാൻ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഇതിലും അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. സാധാ ചമ്മന്തിക്ക് പോലും വെളുത്തുള്ളി ഉപയോഗിക്കുന്ന ആളാണ് കേട്ടോ. നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ കണ്ട ചൊവ്വേ ചതഞ്ഞിട്ടില്ല. നമ്മുടെ ഇതിനകത്ത് നോക്കിയാൽ അറിയാനുണ്ട്, നന്നായിട്ട് ചതഞ്ഞിട്ടില്ല. ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. വെള്ളം ചെയ്തൊന്ന് വെന്ത് വരണം, ശകലം ഗ്രേവി പോലൊക്കെ തോന്നണം, അതുപോലെ ഒന്ന് വെന്ത് വരണം. അപ്പം നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഗ്രേവി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇപ്പോൾ അതൊരു ഗ്രേവി ആയിട്ടിരിക്കുക. ഇങ്ങനെ തിളച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പം നമുക്കൊരു ശകല ഉപ്പ് ചേർക്കാം. എനിക്കിനി ഇത് മാത്രം നമുക്ക് ചോറിന് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ബെസ്റ്റാണെന്ന് തോന്നുന്നല്ലേ ഈ ഒരു കറി മാത്രം. ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ കിട്ടാറുണ്ട് മുട്ടയുടെ തന്നെ പലതരത്തിലുള്ള. അത് ഇതുപോലെ ഈ ചില ഫ്രണ്ട്സിൻ്റെയൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ അവരുടെ അമ്മമാരൊക്കെ നല്ല സൂപ്പർ മുട്ടക്കറിയൊക്കെ പല തരത്തിലുള്ള മുട്ടക്കറികളൊക്കെ ഇങ്ങനെ വെച്ച് തരാറുണ്ട്. ചിലതൊക്കെ നല്ല എന്താ പറയുക, നല്ല മഞ്ഞ കളറിലിരിക്കും, തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ഒക്കെ നല്ല ടേസ്റ്റായിട്ട്. ഞാൻ ചോദിക്കാറുമുണ്ട് ഇവിടെ നിന്ന് കിട്ടുന്നു ഇത്ര കൈപ്പുണ്യം എന്നൊക്കെ.
ചിലതൊക്കെ ഞാൻ വീട്ടിൽ പോയി ട്രൈ ചെയ്യാറുമുണ്ട്, ചിലതൊക്കെ പാളി പോകാറുമുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓരോ വിഭവം തയ്യാറാക്കി എടുക്കുന്നതിൽ ഒരു പരിധിവരെ ഞാൻ വിജയിച്ച് വരുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കിയ മുട്ട നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഇടുകയാണ്. നമ്മുടെ മുട്ട വറവലിൻ്റെ ഏകദേശം അതിൻ്റെ ഒരു ഫൈനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ വിഭവം തയ്യാറായി കഴിയുന്നതാണ്. ഇതിനകത്തിപ്പം ആ ഒരു വെള്ളമയമൊക്കെ ഉണ്ട്, നമ്മുടെ ആ ഗ്രേവിയൊക്കെ പിടിച്ചിരിക്കുന്ന വെള്ളമയമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മുട്ടയിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചൊന്ന് വറ്റി വരണം ഇതൊന്ന്. അപ്പോൾ നമ്മുടെ മുട്ട വറവ് ഏകദേശം ഒന്നുമല്ല, മൊത്തം ദേ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കൊരു ശകലം ഗരം മസാല നമ്മൾ അധികം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ശകലം ഗരം മസാല കൂടി ചേർക്കുകയാണ്. എരിവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി, ഇതിപ്പോൾ എരിവ് കുറവാണ് ഞാൻ നോക്കിയപ്പോൾ, ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ്. കാരണം ഞാൻ മുളക് പൊടി ആദ്യമേ വളരെ കുറച്ചല്ലേ ചേർത്തത്, ഒരു 2 സ്പൂണൊക്കെ ചേർക്കാമായിരുന്നു. അങ്ങനെ നമ്മുടെ മുട്ട വറവലുടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് കേട്ടോ. ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മുട്ട വറവൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇതൊരു ഡിഷിലോട്ട് മാറ്റാം. ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവമാണിത്. വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, ഇതൊരൊറ്റ ഒരു സാധനം മതി ഒരു പാത്രം നിറയെ നല്ല ചൂട് ചോറ് കഴിക്കാൻ. പാത്രം നിറച്ച് നമ്മുടെ മുട്ട വറവൽ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യുന്ന ഒരാളെ വിളിക്കണ്ടേ? അത് നമ്മുടെ പ്രിയപ്പെട്ട ആകാശിനെയാണ്. ആകാശ് എന്ന് വന്നേ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് പറയടാ. നല്ലതല്ലെങ്കിൽ പതിയെ പറഞ്ഞാൽ മതി, ആരും കേൾക്കാതെ കേട്ടോ. മുട്ട വെറൈറ്റീസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ കഴിച്ചു നോക്കിക്കേ, ഇങ്ങനെയുണ്ട്. സൂപ്പർ, അമ്മ ഉണ്ടാക്കിയതുപോലെ ഉണ്ട്. അത്രയും കേട്ടാൽ മതി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല കഴിക്കുന്നത്, നല്ല ചൂട് ചോറല്ലേ, അങ്ങോട്ട് വാർത്തെടുത്ത ചൂട് ചോറ്, ആ ചോറിനകത്തോട്ട് ഇട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കഴിക്കണം. നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും ആകാശിന് ഇഷ്ടപ്പെട്ടു, തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. അങ്ങോട്ട് ചെറുതായിട്ട് വളർന്നു വരുന്ന ഒരു ചെറിയൊരു കുക്കറാണ് ഞാൻ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത എപ്പിസോഡിൽ വേറെ ഒരു വെറൈറ്റി ഡിഷുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കാം. ടാറ്റാ.